ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ഷോട്ടിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ സാന്ത്വനം ടു നമ്മൾ കഴിഞ്ഞ ഒരു 2-3 ദിവസമായിട്ട് നമ്മളിങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ ദേവിയെ ആ വീട്ടിൽ നിന്ന് നമ്മുടെ ഗോമതിയും ബാലനും ചേർന്നിട്ട് ദേവിയെ ഉദയഭാനുവിൻ്റെയും അതുപോലെ ശ്രീകലയുടെയും വിളിച്ച് വരുത്തി സ്വന്തം മകളെ ഇറക്കി പടിക്ക് പുറത്ത് വലിച്ച് തള്ളിവിടുന്ന ഒരു സീന് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പം അത് കുറച്ച് എപ്പിസോഡ് അവരിങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു സീൻ എനിക്ക് തോന്നുന്നു നാളെയും നാളത്തെയും കൂടെ കഴിഞ്ഞൊക്കെ അത് കംപ്ലീറ്റ് ആക്കുള്ളൂ. കാരണം ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സീരിയസ്നെസ് അത്രയും വരില്ലല്ലോ. കാരണം ഇത്രയും വലിയ കാര്യം വേറൊന്നുമില്ല, നമ്മുടെ ആനന്ദ് ഇത്രത്തോളം സങ്കടം ഉള്ളിലൊതുക്കി അല്ലേ, ഒരു മനുഷ്യൻ റിയലായിട്ടുള്ളൊരു മനുഷ്യൻ ഇത്രയും സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി തൻ്റെ ഭാര്യയുടെ വീട്ടുകാരും കൂടെ ചേർന്ന് തൻ്റെ അച്ഛനെയും അമ്മയും തൻ്റെ കുടുംബത്തെ ഒന്നടങ്കം എന്തെല്ലാം കാര്യങ്ങളിലാണല്ലേ, അതായത് അവരുടെ സാമ്പത്തികം, അതുപോലെ ആ ദേവി എന്ന് പറയുന്ന അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വയസ്സ്, അങ്ങനെ അവർ ജോലിക്ക് പോയത്, അങ്ങനെ പല രീതിയിൽ ഒരു കുടുംബത്തെ മൊത്തത്തിൽ ഒന്നടങ്കം കബളിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ഇതല്ലേ, അത് ഭയങ്കരമായിട്ടുള്ള ഒരു സീൻ തന്നെയാണ്. അത് ഇത്രയും അറിഞ്ഞ് അത് ഉള്ളിലൊതുക്കി ആ ആനന്ദ് എന്ന് പറയുന്ന ഒരു വ്യക്തി മനസ്സിൽ ഒതുക്കി തൻ്റെ അച്ഛനോടോ അമ്മയോടോ പറയാണ്ട് അല്ലേ, ആ ഒരു സീനെ അത് കാണിക്കുമ്പോൾ നമ്മൾക്ക് ഒരു എപ്പിസോഡ് കൊണ്ടോ അല്ലെങ്കിൽ 2 എപ്പിസോഡ് കൊണ്ട് കാണിക്കില്ല, അത് പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒന്ന് സ്ലോലി ആയിട്ട് അത് കൊണ്ടുപോകണത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഗോമതിക്കും അതുപോലെ തന്നെ നമ്മുടെ ബാലനും ഒരിക്കലും പൊറുക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. എല്ലാവരും അന്താളിച്ച് പോകുന്ന ഒരു കാര്യമാണ്. കാര്യം വേറൊന്നുമല്ല, ഇത്രയും വലിയൊരു കൊടുംചതി തൻ്റെ കുടുംബത്തിനോടും തൻ്റെ മകൻ്റെ ജീവിതം വെല്ലുവിളിക്കും കണക്ക് തൻ്റെ മകൻ്റെ ജീവിതത്തെ വരെ വെല്ലുവിളിച്ചു കൊണ്ടുള്ള ഒരു പെരുമാറ്റമായിരുന്നു ദേവിയുടെ ഭാഗത്ത് ഒരുപാട് തെറ്റുകുറ്റങ്ങളും ദേവി ഒരുപാട് കളികൾ കളിച്ചിരിക്കുകയാണ്. കാരണം ആ ജോലിക്ക് പോകുന്നതും ഇതെല്ലാം ദേവിക്ക് തുടക്കത്തിൽ തന്നെ ആനന്ദിനോട് തുറന്ന് പറയാവുന്ന കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊന്നും ദേവി പറഞ്ഞിട്ടുമില്ല. അത് മാത്രമല്ല, ദേവി ദേവമംഗലക്കാരെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ കുറച്ച് ഇനി വരാൻ പോകുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കേട്ട് നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോവല്ലേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അങ്ങനെ നമ്മുടെ ദേവിയുടെ എല്ലാ A to Z കാര്യങ്ങളും നമ്മുടെ ആനന്ദ് എണ്ണി പറയുകയാണ് കേട്ടോ. തൻ്റെ കുടുംബത്തിലെ എല്ലാവരോടും, അനിയന്മാരും അച്ഛനും അമ്മയും അനിയത്തിയും എല്ലാവരോടും തൻ്റെ അനിയൻ്റെ ഭാര്യമാരും ഒക്കെ നിൽക്കുക തന്നെ ഓരോ കാര്യങ്ങൾ എണ്ണി പറയണം. പക്ഷെ ഒരാൾക്കും അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ദേവി എന്ന് പറയുന്നത് ഈ ദേവമംഗല കുടുംബക്കാരോട് എത്രത്തോളം ആത്മാർത്ഥതയും സ്നേഹത്തോടും കൂടിയാണ് പെരുമാറിയത്. അപ്പം ദേവിയുടെ ആ ഒരു ഇതിൽ ഒരു കള്ളത്തരം ഉണ്ടെന്നുള്ളത് അവർക്ക് ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഒരു കുടുംബം സ്വന്തം മകളെ പോലെയാണ് അവർ ഓരോന്നും ചെയ്തും എടുത്തും ഒക്കെ പൊക്കോണ്ടിരുന്നത്. അപ്പോൾ ദേവി ഇങ്ങനൊരു കള്ളത്തരം സ്വന്തം മകനായ ആനന്ദ് പറഞ്ഞിരുന്നാൽ കൂടിയും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് കേട്ടോ. അങ്ങനെ ഗോമതി നമ്മുടെ ബാലൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഉദയഭാനുവിനെയും ശ്രീകലേനെയും വീട്ടിൽ വിളിച്ചു വരുത്തുകയും ആ വീട്ടിൽ വിളിച്ചു വരുത്തി ഓരോ കാര്യങ്ങൾ എണ്ണി തന്നെ ബാലൻ ചോദിക്കുന്നുണ്ട്. സ്വന്തം തലയിലിരിക്കുന്ന വിഗ് പോലും എടുത്ത് മാറ്റാൻ പറയുന്നുണ്ട് ബാലൻ. കാരണം A to Z അറിഞ്ഞ കള്ളത്തരങ്ങൾ ഇത്രയും, ഇനി അറിയാത്ത കള്ളത്തരങ്ങൾ എന്തോരം ഉണ്ടാവും അല്ലേ. അപ്പം സകലതും ബാലൻ ഓരോന്ന് എണ്ണി പറയുന്നുണ്ട്. എൻ്റെ അളിയനെ പോലും ഈ വീട്ടിൽ നിന്ന് 25,000 രൂപയുടെ പേരിൽ, നിങ്ങൾ ചെയ്ത കള്ളത്തരത്തിൻ്റെ പേരിൽ എൻ്റെ അളിയൻ ഈ ദേവമംഗലം വിട്ട് പടിയിറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഭയങ്കര ദേഷ്യമാവുകയാണ്. അങ്ങനെ അവസാനം അവരെ വാദം വാദിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മകളെ ആനന്ദ് വിവാഹം കഴിച്ചാണ് ഈ വീട്ടിൽ കൊണ്ടുവന്നത്, അങ്ങനെ എൻ്റെ മകളെ ഇറക്കി വിടാനൊന്നും പറ്റൂല. ഗോമതി വാദിക്കുകയാണ്. നമ്മുടെ ശ്രീകല വാദിക്കുകയാണ്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, മിണ്ടിപ്പോവരുത്, ഇതുപോലെ തികട്ട ഒരു കള്ളക്കൂട്ടങ്ങളെ ഞാൻ എൻ്റെ ജന്മത്ത് കണ്ടിട്ടില്ല, ഇനി മേലിൽ ഒരെണ്ണ ഈ ദേവമംഗലത്ത് കയറി പോവരുതെന്നും ബാലനും പറയാണ്. അപ്പം ദേവി മോള് കാല് പിടിക്കും പോലെ ഗോമതിയുടെ കാല് പിടിക്കുന്ന
പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഇന്നലെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പക്ഷേ എങ്കിലും ഒന്നും കൂടെ പറഞ്ഞ് അതിൻ്റെ ഒരു പര്യവസാനം വരുത്തണമല്ലോ നമ്മൾ. അങ്ങനെ ഗോമതി ആദ്യം ഉദയഭാനുവിനെയും നമ്മുടെ ശ്രീലതേനെയും ബാലൻ്റെ അടുത്ത് പറഞ്ഞ് അവരെ ആദ്യം കതവിന് ഡോറിന് വെളിയിലാക്കുന്നുണ്ട്. ഈ സമയത്ത് ദേവീനെ അടുത്ത് പറയുന്നുണ്ട്, നിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും സാധനം നിനക്ക് എടുക്കാനുണ്ടെങ്കിൽ എടുത്തോളാൻ പറയുന്നുണ്ട്. എന്നിട്ട് നേരെ ദേവിയുടെ കൈ പിടിച്ച് തന്നെ ഗോമതി നമ്മുടെ ദേവിയെ പടിക്ക് പുറത്ത് വലിച്ച് തള്ളുന്ന ഒരു സീനാണ് ഇതിൻ്റെ പര്യവസാനമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു 3 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ നമ്മുടെ പ്രൊമോയിൽ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രൊമോ കേൾക്കുന്നവർക്ക് ഇതൊരു റിപ്പീറ്റേഷനായിട്ട് തോന്നും. കാരണം ഇന്നലെ മെനിഞ്ഞാന്നൊക്കെ പറയുന്നുണ്ട് ദേവീനെ പിന്നെ ദേവമംഗലത്തിൽ നിന്നും അടിച്ച് പുറത്താക്കുന്നു, നമ്മുടെ ഉദയഭാനുവിനെയും വിളിച്ച് നമ്മുടെ സ്ത്രീകളെയും വിളിച്ച് തൊലി ഉരിക്കുന്ന രീതിക്ക് നാണം കെടുത്തി തന്നെയാണ് സ്വന്തം മകളെ പറഞ്ഞയക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞേക്കുന്നില്ല. പക്ഷേ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അത് കാണിച്ച് വരുമ്പോൾ കുറച്ച് നീണ്ടു പോകുന്നതാണ് എപ്പിസോഡ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ വരാനുള്ള നല്ല ഒരു ഗംഭീരമായിട്ടുള്ള ഒരു എപ്പിസോഡിൻ്റെ ഒരു ഇതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അതായത് നമ്മുടെ സുകന്യ ഉദയഭാനു സാറിൻ്റെ കൂടെ ഭയങ്കര ബിസിനസ് പരമായിട്ട് ഞങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന രീതിയിൽ നമ്മുടെ സുകന്യ ഉദയഭാനു സാറിൻ്റെ കയ്യിൽ കുറച്ച് പണമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇനി അറിയാൻ പോവേണ്ട. അതായത് ഈ ദേവമംഗലത്ത് നടക്കുന്ന ഒച്ചയും ബഹളവും എല്ലാം കൃഷ്ണമംഗലത്ത് നിന്ന് നമ്മുടെ ഇന്ദിരാമ്മയും നന്ദിതയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ രാജശ്രീ ഇവരെല്ലാവരും വന്ന് ഇവിടെ എന്താ ബഹളം, കുറേ നേരമായല്ലോ, ആ ഉദയഭാനും ശ്രീകലയൊക്കെ വരുന്നുണ്ട്, ദേവി മോളെ നമ്മുടെ ഗോമതി പിടിച്ച് പുറത്താക്കണു, അയ്യോ എന്തോ പറ്റിയിട്ടുണ്ട്. ഇന്ദിരാമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ ആവേന കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഈ ആരാണ് ശ്രീകല പറയുന്നുണ്ട്, നടക്കട്ടെ, എൻ്റെ മകൻ അത്രത്തോളം കഷ്ടപ്പെടുത്തിയ കുടുംബം ദേവമംഗലം, അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകും, മനുഷ്യന് സ്വസ്ഥത കിട്ടൂലല്ലോ എന്നൊക്കെയാണ് നമ്മുടെ ശ്രീകല പറയുന്നത്. കാരണം വെച്ചാൽ അച്യുതനും ശ്രീകലയ്ക്കും ഈ കുടുംബം നശിച്ചു പോകണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നന്ദിതയും നമ്മുടെ ഇന്ദിരാമ്മ അങ്ങനെയല്ല, അവരുടെ സ്വന്തം മക്കൾ അതിൻ്റെ അകത്തുണ്ടേ, അതുകൊണ്ട് അവർക്ക് അതിൻ്റേതായ ഒരു വിഷമവും സങ്കടവും ഒക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. അങ്ങനെ അവർക്ക് അതെന്താണെന്ന് അറിയാൻ പറ്റാത്ത ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഈ ഉദയഭാനു നമ്മുടെ ഉദയഭാനും ശ്രീകളെയും ഇറക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ദേവിയെയും പിടിച്ച് പുറത്ത് തള്ളയാണ്. എന്നിട്ട് ഈ സ്ത്രീകളെ നോക്കുമ്പോൾ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ നോക്കണു, കൃഷ്ണമംഗലത്തുള്ളവർ നോക്കണു. അപ്പോഴേക്കും സ്ത്രീകൾ അവിടെ കിടന്ന് കണ്ടില്ലേ, നല്ലൊരു കുടുംബമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ എൻ്റെ മോളെ, ഒരേ ഒരു മോളെ ഞങ്ങൾ ഇങ്ങോട്ട് കെട്ടിച്ച് വിട്ടത്, വലിയ ദേവമംഗലക്കാരാണ്, എൻ്റെ മോളെ കണ്ടില്ലേ പടിയടച്ച് പിണ്ടം വയ്ക്കും പോലെ പുറത്ത് തള്ളി കളഞ്ഞിക്കണം, ഞങ്ങൾ ആരോട് പരാതി പറയും, ഞങ്ങൾ ആരെടുത്ത് ചെന്ന് പറയും, എൻ്റെ മോളെ ഇപ്പം വേണ്ടാന്ന്, കെട്ടിക്കൊണ്ടുവന്ന് ഇത്രയായിട്ട് എൻ്റെ മോളെ വേണ്ടാന്നും പറഞ്ഞ് സ്ത്രീകൾ അവിടെ കിടന്ന് നാട്ടുകാർ കുറേ കിടന്ന് പറയണേ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗോമതി അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, വീട്ടുമുറ്റത്ത് നിന്നും വൃത്തിയായിട്ട് അനാവശ്യങ്ങൾ പറഞ്ഞ് പിടിച്ച് കഴുത്തിന് പുറത്ത് കള്ളൂന്നും പറഞ്ഞ് ഗോമതി വന്ന് 2 ഒച്ച എടുത്തിട്ട് അങ്ങ് പോകുമ്പോഴേക്കും സ്ത്രീകളെ പേടിച്ചു, വാ മോളെ വാ നമുക്ക് പോവാം. അങ്ങനെ 3 പേരും കൂടെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഉദയഭാനുവും നമ്മുടെ സ്ത്രീകളെയും ദേവിയും കൂടെ പോവാണ്. പക്ഷേ ദേവി സത്യം പറഞ്ഞാൽ ഹൃദയം തകർന്ന് ആ അവസ്ഥയിലാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഓട്ടോ പിടിച്ച് പോവുകയാണ്. അപ്പോഴേക്കും ഇന്ദിരാമ്മയ്ക്ക് ഒരു സമാധാനവും ഇല്ല. അയ്യോ, ആനന്ദ് മോനും ദേവിയും തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, ദേവി മോള് ബാക്കായിട്ടാണല്ലോ പോണത്, എന്തോ പ്രശ്നമുണ്ട് അവിടെ എന്ന രീതിയിൽ പറയണേ. അങ്ങനെ നമ്മുടെ ഇന്ദിരാമ്മ അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സ്ത്രീയെല്ലാം അങ്ങോട്ട് കയറിപ്പോയിട്ട് എന്തെങ്കിലും നടക്കട്ടെ, അവിടെ ആ കുടുംബം തൊലയട്ടെ എന്ന രീതിയിൽ തന്നെ. അങ്ങനെ ഇന്ദിരാമ്മ അവിടെ നിന്ന് ഗോമതിയെ നോക്കുകയാണ്. അപ്പോഴേക്കും ഗോമതി ഇറങ്ങി വന്നു, മോളെ അവിടെ എന്താ പ്രശ്നം, കുറേ നേരം ആയല്ലോ മോളെ, എന്താ അവിടെ പ്രശ്നം, ആനന്ദ് മോനും ദേവി മോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവളെ അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ടു പോകണ്ടല്ലോ. അപ്പോഴേക്കും നമ്മുടെ ഗോമതി, അമ്മേ നമ്മുടെ എല്ലാം നശിച്ചു അമ്മേ, കാരണം ഇവരിവിടെ വന്നിട്ട് നമ്മളോടത്ത് ഇത്രയും നാളും പറഞ്ഞതൊക്കെ കള്ളത്തരങ്ങളാന്ന് പറഞ്ഞ് തുടങ്ങണതും ബാലൻ വന്നിട്ട്, ഗോമതി നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് ഗോമതിയെ വിളിച്ചുകൊണ്ട് പോകണേ. അമ്മേ ഞാൻ പിന്നെ വരാം അമ്മേ, അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ഗോമതി അകത്ത് കയറിപ്പോവും. ഇന്ദിരാമ്മയ്ക്ക് ഒരു സമാധാനമില്ല. അങ്ങനെ കൃഷ്ണമംഗലത്ത് ഭയങ്കര ചർച്ചയുണ്ട്, അവിടെ എന്താ നടന്നതെന്നുള്ള അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. അപ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, അമ്മ ചെന്ന് ചുറ്റിപ്പറ്റി നിന്ന് നമ്മുടെ ഗോമതിയെ കണ്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വാ, കാരണം വെച്ചാൽ അച്യുതൻ എന്നിട്ട് വേണം കൈയൊട്ടിച്ചിരിക്കാൻ. അങ്ങനെ ഇന്ദിരാമ്മ ചെന്ന് നമ്മുടെ അവിടെ കുറേ നേരം നിൽക്കുമ്പോൾ ആരും പറഞ്ഞില്ല, ദേവമംഗലത്ത് ഒരു മനുഷ്യ കുഞ്ഞ് പുറത്തിറങ്ങില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗോമതി വീണ്ടും ഇറങ്ങിയാണ്. ആ സമയം നമ്മുടെ ഇന്ദിരാമ്മ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോഴാണ് നമ്മുടെ ഗോമതി
പറയണത് ഇങ്ങനെയൊക്കെയാണ്. വെറും 10ാം ക്ലാസ് മാത്രമേ ഉള്ളൂ, അവനെക്കാട്ടിലും 2 വയസ്സ് മൂത്തതാമേ, ഒരു പണവും ഇല്ല, ആൾക്കാരെ പറ്റിച്ചും കട്ടുമെടുത്ത് നമ്മളെയും പറ്റിച്ച് ഈ കല്യാണം നടത്തി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഗോമതി പറയണ്. ഇത് കേട്ട് ഇന്ദിര അമ്മ അങ്ങോട്ട് താടി കൈവച്ച് പോവണ്. ഇങ്ങനെ ആൾക്കാരുണ്ടോ? നമ്മളെ ഇത് പറഞ്ഞ് പല കഥകളും കേട്ടിട്ടുള്ള അല്ലാണ്ട് ഇങ്ങനെ മനുഷ്യനെ പറ്റിക്കുമോ? ഇങ്ങനെയൊക്കെ ഒരു ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ പറ്റുമോ? എന്തൊരു കുടുംബം എന്നൊക്കെ ഇന്ദിര അമ്മ പറയണ്. അതേ അമ്മ, എൻ്റെ ആനന്ദ് മോൻ്റെ ജീവിതം പോയി. അപ്പോൾ ഇന്ദിര അമ്മക്ക് സങ്കടമായി. കാരണം ഒരു പാവമാണ് ആനന്ദ്, അവൻ്റെ ജീവിതം തന്നെ ഇങ്ങനെ ആക്കി വെച്ചല്ലോ ദൈവമേ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ കരയാണ് കേട്ടോ. അപ്പം മീനു വന്നിട്ട് പറഞ്ഞു, അമ്മ ഇതൊക്കെ എന്തിനാ മുത്തശ്ശിയോട് ചെന്ന് പറഞ്ഞത്? മുത്തശ്ശി ഇനിയിപ്പോൾ അവിടെ ചെന്ന് പറയില്ലേ മോളെ, എനിക്ക് ആരെടുത്തെങ്കിലും എൻ്റെ മനസ്സിലെ സങ്കടം പറയണ്ടേ മോളെ, എനിക്ക് പറ്റില്ല മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഗോമതി പറഞ്ഞു പോയതാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ ധർമ്മൻ അറിയുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ നമ്മുടെ സുകന്യ അറിയണ്. അച്യുതന് ഭയങ്കര സന്തോഷമാണ്, അച്യുതൻ കൈയൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ ധർമ്മം പറയണുണ്ട്, വേണ്ട ഏട്ടാ, കാരണം എന്ന് വെച്ചാൽ ആനന്ദ് വെറും ഒരു പാവമാണ്, പക്ഷെ ദേവി മോള് അയ്യോ ഇതിങ്ങനെ സംഭവിച്ചു, വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ, ഉദയഭാനു സാർ ഇങ്ങനത്തെ ഒരാളോ എന്നൊക്കെ പറഞ്ഞിട്ട് ധർമ്മം പറയണ. അപ്പോഴാണ് നമ്മുടെ സുകന്യ ഓടിക്കൊണ്ട് ധർമ്മൻ്റെ അടുത്ത് റൂമിൽ ചെല്ലുകയാണ് കേട്ടോ. അയ്യോ ധർമ്മേട്ടാ, എല്ലാം പോയേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുകന്യ ഓടി ചെല്ലണം. കാരണം വേറൊന്നുമല്ല, കൊറിയയിലെങ്ങാണ്ട മെമ്പർഷിപ്പോ ലൈസൻസോ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ നമ്മുടെ സുകന്യ ഒപ്പിച്ച് ഉദയഭാനുവിന് കൊടുത്തിട്ടുണ്ട്. ആ 10 ലക്ഷം രൂപ ഗോവിന്ദ. അപ്പോൾ ഇതൊക്കെ ധർമ്മൻ അറിയണം ആദ്യമായിട്ട്. അപ്പോൾ ധർമ്മൻ നമ്മുടെ സുകന്യ വഴക്കുറയാണ്, എന്ത് നീ 10 ലക്ഷം രൂപ കൊടുത്തോ? അപ്പം അത് അച്ചുവേട്ടൻ്റേത് കടം മേടിച്ചാണ് ഉദയഭാനുവിന് കൊടുത്തത്, ഇനി ആ പണം ഒന്നും നോക്കണ്ട, അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ നീ അങ്ങ് കളഞ്ഞേരെന്ന് പറഞ്ഞു. എന്നാലും സുകന്യ, നീ എന്തറിഞ്ഞിട്ട് ഈ 10 ലക്ഷം രൂപയൊക്കെ എടുത്ത് കൊടുത്തത്? നീ സ്വർണം വല്ലതും വിറ്റിട്ടാണോ എടുത്ത് കൊടുത്തത്? അപ്പോഴും പറയുന്നുണ്ട്, ഇല്ല അച്ചുവേട്ടൻ്റെ മേടിച്ചാൽ കൊടുത്തത്. എത്രയും പെട്ടെന്ന് ആ 10 ലക്ഷം രൂപ മേടിച്ച് അച്ചുവേട്ടൻ്റെ കൊടുത്തത്, ഇല്ലെങ്കിൽ അച്ചുവേട്ടൻ്റെ സ്വഭാവം മാറും. സുകന്യയ്ക്ക് ആകെ ടെൻഷനായി, എൻ്റെ പൈസയും പോയി. കാരണം എല്ലാവരെ പോലെ ഒരു ബിസിനസ്സുകാരാവാമെന്നും പറഞ്ഞിട്ട് സുകന്യ ആരും അറിയാണ്ട് ഉദയഭാനു സാറ് വലിയ സാറല്ലേ, സാറിൻ്റെ കൊടുത്തേണ് ഈ കളി. ഈ 10 ലക്ഷം രൂപയാണ് ഒരിക്കൽ നമ്മുടെ ബാലന് വേണ്ടിയിട്ട് നമ്മുടെ ഉദയഭാനു എടുത്ത് കൊടുത്തത്. അങ്ങനെയാണ് 10 ലക്ഷം രൂപ ഒരുമിച്ച് ഉദയഭാനു കൊടുക്കണത്. അപ്പം ആ ഒരു കേസ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും കാര്യങ്ങളെല്ലാം കൈവിട്ട് പോവുകയാണ്. അപ്പം സുകന്യയ്ക്ക് ആകെ ടെൻഷനായി, എന്തായാലും എൻ്റെ 10 ലക്ഷം രൂപ പോയി. അപ്പം ദേവിയുടെ ആനന്ദിൻ്റെ കുടുംബം നശിച്ചതിനെക്കാട്ടിലും സുകന്യയുടെ സങ്കടം 10 ലക്ഷം രൂപ പോയതിലാണ്. അങ്ങനെ ദേവമംഗലത്ത് ആകെ ഭയങ്കര ഒരു സങ്കടമായിട്ടുള്ള കാര്യങ്ങൾ. മീനുവിനും മിത്രയ്ക്കും ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. പക്ഷേ ആകാശിനും മറ്റേ ആര്യനും ഒക്കെ ഭയങ്കര വെറുപ്പായിപ്പോയി ദേവിയോട്. കാരണം തൻ്റെ ഏട്ടൻ്റെ ജീവിതം ഇത്രയും കുളം തോണ്ടി കളഞ്ഞല്ലോ എന്നുള്ളതൊക്കെ ഓർത്തിട്ട് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇനി വരുന്ന എപ്പിസോഡിൽ വരുന്ന ഒരു പ്രൊമയാണ്. കാരണം എന്ന് വെച്ചാൽ ദേവി പോയി കഴിയുമ്പോൾ തന്നെ വരുന്ന ഒരു ഇതാണ്, നമ്മുടെ പാണ്ഡ്യൻ 2 വരുന്ന ഒരു സീനാണ്. അത് വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാണ്ട് എന്തായാലും നമ്മുടെ മലയാളത്തിലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ദേവി അടിച്ച് പുറത്തിറക്കുന്ന സീന് നാളത്തെ കഴിഞ്ഞും കൂടെ കൊണ്ടേ തീരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള വിജയം. അപ്പോൾ ഇനി രാത്രി 9:30 മഴതോരും മുൻപേ സീരിയലായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ.